ഈ വീഡിയോയിൽ പറയുന്നത്: 1. നിമിഷപ്രിയയുടെ മോചനം പ്രതിസന്ധിയിലാക്കിയത് ആര്? 2. കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയ്ക്കായി യഥാർത്ഥത്തിൽ ഇടപെട്ടിരുന്നു. 3. കാന്തപുരത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? 4. സാമുവൽ ജെറോമിന്റെ അവകാശവാദത്തിന് പിന്നിൽ എന്താണ്? സാമുവൽ പറയുന്നതിൽ കള്ളമുണ്ടോ? 5. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരണവും സാമുവലുമായുള്ള തർക്കവും എന്തൊക്കെയാണ്? 6. നിമിഷപ്രിയ കേസിൽ കോടതിയിൽ എത്തിയപ്പോൾ സംഭവിച്ചത് എന്തൊക്കെ? യമനിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുവെങ്കിലും ദിയാദനം സ്വീകരിച്ച് ശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നും ദിയാദനം സ്വീകരിക്കില്ല എന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി വ്യക്തമാക്കിയതോടെയാണ് മധ്യസ്ഥ ചർച്ചകൾ പ്രതിസന്ധിയിലായത്. തലാലിന്റെ കൊലപാതകത്തിനുള്ള ന്യായമായ ശിക്ഷ, വധശിക്ഷ നടപ്പാക്കണം. തങ്ങൾക്ക് നീതി നിഷേധിക്കരുത്. ഉടൻ നീതി നടപ്പാക്കണം. മതനേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുമാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്തയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ ദീപ ജോസഫാണ് അബ്ദുൽ ഫത്തയുടെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. തലാലിന്റെ കുടുംബവുമായി ചർച്ചയ്ക്ക് പല മാർഗങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരും ശ്രമം തുടരുമ്പോഴാണ് ചർച്ചകൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കി അബ്ദുൽ ഫത്ത മഹദിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ഇരയുടെ കുടുംബം ആദരിക്കുന്ന സൂഫി പണ്ഡിതന്റെ ഇടപെടലുകളെ നിഷേധിച്ചും അവഹേളിച്ചും ചില മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വന്ന വാർത്തകൾ യമനിൽ പ്രചരിച്ചതാണ് തലാലിന്റെ സഹോദരനെ ചൊടിപ്പിച്ചത് എന്നാണ് വിവരം. ഇതോടൊപ്പം ചർച്ചയ്ക്ക് തയ്യാറായ തലാലിന്റെ കുടുംബത്തിലെ കാരണവന്മാർക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി യുവാക്കൾ രംഗത്തെത്തിയതും ചർച്ചയ്ക്ക് പ്രതിസന്ധിയായി. ഇന്ത്യൻ മാധ്യമങ്ങൾ യമനെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കേരളത്തിലടക്കമുള്ള ചില ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നതും മോചനത്തിന് തടസ്സമാകുന്നുണ്ട് എന്നാണ് വിവരം. എന്നാൽ തലാലിന്റെ ജന്മദേശമായ ദമറിലും തലസ്ഥാനമായ സനായിലും മധ്യസ്ഥ ശ്രമങ്ങളും അനൌദ്യോഗിക ചർച്ചകളും തുടരുകയാണ് എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധി അറിയിച്ചിരിക്കുന്നത്. കാന്തപുരത്തിന്റെ അഭ്യർത്ഥന പ്രകാരം യമനിലെ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലുമായി നടത്തിയ ചർച്ചയിലാണ് വധശിക്ഷ നീട്ടിവെച്ചത്. കേസിൽ ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതുണ്ട്. ശിക്ഷ മാറ്റിവെക്കുന്ന ഉത്തരവേ ഉണ്ടായിട്ടുള്ളൂ. സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ സഹോദരപുത്രൻ ഹബീബ് അബ്ദുറഹ്മാൻ മഷ്ഹൂറിന്റെ നേതൃത്വത്തിലും കുടുംബാംഗങ്ങളും മറ്റുമായി ചർച്ച തുടരുകയാണ് എന്നും പ്രതിനിധി സംഘം അറിയിക്കുന്നുണ്ട്. ദിയാദനത്തിലും മാപ്പ് നൽകുന്നതിലും കുടുംബം ഉറപ്പ് നൽകേണ്ടതുണ്ട്. അതുവരെ ശ്രമം പൂർണ്ണമായി വിജയിക്കില്ല. ഇനി സാമുവൽ ജെറോമിന്റെ അവകാശവാദത്തിന് പിന്നിൽ എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. ആഭ്യന്തര യുദ്ധത്തിലമർന്ന് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതായ യമനിലേക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ കാലയളവിലായിരുന്നു തലാലിന്റെ കൊലപാതകം നടക്കുന്നത്. മയക്കുമരുന്ന് കയറ്റി കൊലപ്പെടുത്തിയ ശേഷം തലാലിന്റെ ശരീരം വെട്ടി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ തള്ളിയെന്ന കുറ്റകൃത്യത്തിനാണ് 2020 സനാ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും കൊലയ്ക്ക് സഹായിച്ച യമനി സ്ത്രീക്ക് ജീവപര്യന്തവും വിധിച്ചത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനായിൽ അവരുമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഇന്ത്യയുടെ എംബസി പോലും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടാൻ അന്ന് കഴിയില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിന് മധ്യസ്ഥത വഹിച്ച സാമുവൽ ജെറോം എന്ന തമിഴ്നാട് സ്വദേശിയുടെ കടന്നുവരവ്. 2017 സാമുവൽ ജെറോം രക്ഷാശ്രമം തുടങ്ങി. സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നിട്ടും നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കിടപ്പാടം വിറ്റ് ആ പണം കേസ് നടത്തിപ്പിനായി യമനിലേക്ക് അയച്ചു. സാമുവലിന് കേസ് നടത്താനുള്ള പവർ ഓഫ് അറ്റോർണി നൽകുകയും അബ്ദുൽ കരീം എന്ന അഭിഭാഷകനെ അദ്ദേഹം വക്കാലത്ത് ഏൽപ്പിക്കുകയും ചെയ്തു. യമനിൽ സംരംഭകൻ എന്ന നിലയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേക യാത്രാനുമതി നൽകിയ സാമുവലിനെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കാൻ കുടുംബത്തിന് അന്ന് കഴിയുമായിരുന്നില്ല. വധശിക്ഷ വിധിച്ചതോടെ സാമുവൽ മുഖേന അപ്പീലുമായി മുന്നോട്ടു പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണലിന്റെ വരവ്. എങ്ങനെയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതും സാമുവലുമായി പിന്നീട് തർക്കം നടക്കുന്നതും? ആ വിഷയമൊന്ന് പരിശോധിക്കാം. കേരള സർക്കാരിന്റെ ലോക കേരള സഭയിലെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള അംഗങ്ങൾ മുൻകൈയെടുത്ത് 2020 സെപ്റ്റംബറിൽ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപവൽക്കരിച്ചു. ഡൽഹിയിലെ അഭിഭാഷകരായ ദീപ ജോസഫും സുഭാഷ് ചന്ദ്രനും ആക്ഷൻ കൗൺസിലിന്റെ നിയമവശങ്ങൾ നോക്കി. തലാലിന്റെ കുടുംബത്തിന് ദിയാദനം നൽകി നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള സംഭാഷണങ്ങൾക്കായി അമ്മയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും സനായിൽ പോകാൻ അനുമതി തേടിയെങ്കിലും
അനുവദിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ കൈക്കൊണ്ടത്. പകരം നിമിഷപ്രിയയ്ക്ക് അപ്പീൽ കൊടുക്കാനായി വക്കീലിനെ വെച്ചുകൊടുക്കാമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാർ വെച്ച അബ്ദുൾ അമർ യമനി എന്ന അഭിഭാഷകനാണ് വധശിക്ഷയ്ക്കെതിരെ അപ്പലേറ്റ് കോടതിയിലും സുപ്രീം കൗൺസിലിലും നിമിഷയ്ക്കായി ഹാജരായത്. 2022 യമനിലെ ഫസ്റ്റ് അപ്പലേറ്റ് കോടതി വധശിക്ഷ ശരിവെച്ചു. സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളി വധശിക്ഷ ശരിവെച്ചു. 2023 യാത്രാനുമതിക്കായി അമ്മ പ്രേമകുമാരി നേരിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഒരാഴ്ചയ്ക്കകം തീരുമാനമെടുക്കാൻ പറഞ്ഞ് ഹൈക്കോടതി കേസ് തീർപ്പാക്കിയെങ്കിലും അമ്മയുടെ യാത്രയ്ക്ക് തുടർന്നും കേന്ദ്രം അനുമതി നൽകിയില്ല. മൂന്നാമതും അമ്മ യാത്രാനുമതിക്കായി ഹർജി നൽകി. തലാലിന്റെ കുടുംബവുമായി ദിയാദനം നൽകുന്ന കാര്യം ചർച്ച ചെയ്യാമോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇത്തരമൊരു ചർച്ചയ്ക്ക് കഴിയില്ലെന്നും പ്രേമകുമാരിക്ക് താമസ സൗകര്യമൊരുക്കാൻ ആവില്ല എന്നുമാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. സുരക്ഷിതമായി താമസിക്കാൻ സാമുവൽ ജെറോമിന്റെ വീടുണ്ട് എന്ന് ആക്ഷൻ കമ്മിറ്റി ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ അമ്മയ്ക്ക് ഹൈക്കോടതി യാത്രാനുമതി നൽകുകയായിരുന്നു. 1 വർഷത്തിലേറെയായി വിസയുടെ കാലാവധി നീട്ടി യമനിൽ കഴിയുന്ന അമ്മ സാമുവൽ ജെറോമിനൊപ്പം മകളെ ജീവനോടെ തിരിച്ചു കിട്ടാനുള്ള മധ്യസ്ഥ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വാഗ്ദാനം ചെയ്ത ദിയാദനം ആദ്യവട്ട ചർച്ചയോടെ പ്രതീക്ഷയേറിയെങ്കിലും തലാലിന്റെ കുടുംബവുമായുള്ള പ്രാഥമിക സംഭാഷണങ്ങൾക്ക് $40,000 കോടതി വിധികളുടെ പകർപ്പിന് $4,000 ചിലവഴിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ആക്ഷൻ കമ്മിറ്റി 2 വഴിക്കായി. 2017 തൊട്ട് കേസ് നടത്തുന്ന സാമുവൽ ജെറോം മുഖേനയുള്ള നീക്കം ഫലം കാണുന്നില്ല എന്ന് പറഞ്ഞ് വിമർശനം വന്നതോടെ 2ാം വട്ട ചർച്ചയ്ക്ക് നീങ്ങിയ സാമുവൽ $10,00,000 ദിയാദനമായി വാഗ്ദാനം ചെയ്തു. വഴങ്ങാതിരുന്ന തലാൽ കുടുംബം വധശിക്ഷ നടപ്പാക്കണമെന്ന ഉറച്ച നിലപാട് തുടർന്നു. തന്റെ നീക്കങ്ങളെല്ലാം സൗദിയിലെ ഇന്ത്യൻ എംബസിയെ അറിയിച്ച് അവരുടെ പിന്തുണയോടെയാണ് എന്നാണ് സാമുവൽ പറയുന്നത്. തങ്ങൾ അറിയുന്ന ഏക മധ്യസ്ഥ നീക്കവും ചാനലും ഇതാണ് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കാനായി ജൂലൈ 6 സന കോടതി ഉത്തരവിറക്കിയത്. അതോടെ വധശിക്ഷ നടപ്പാക്കുന്നത് തടയാനും മോചന കാര്യത്തിൽ വല്ലതും ചെയ്യാനും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന് വേണ്ടി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വീണ്ടും സുപ്രീം കോടതിയിലെത്തി. സാധ്യമായതെല്ലാം ചെയ്തുവെന്നും ഇനിയൊന്നും ചെയ്യാനില്ല എന്നുമായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിനിടയിൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഗവർണറെ കാണുന്നതും കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതുമെല്ലാം. എന്നാൽ വധശിക്ഷ മാറ്റിവെച്ച സന കോടതിയുടെ ആശ്വാസകരമായ ഉത്തരവ് ജൂലൈ 15 പുറത്തു വന്നതിന് പിന്നാലെ അവകാശവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ഒന്നും ചെയ്യാൻ നിർവാഹമില്ലെന്ന് നേരത്തെ പറഞ്ഞ കേന്ദ്രം തുടക്കം മുതലേ ഇടപെട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനി നിമിഷപ്രിയയുടെ കേസിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടൊന്ന് കൃത്യമായി നോക്കാം. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ മുതൽ അറിയിച്ചിരുന്നത്. വളരെ സങ്കീർണമായ പ്രശ്നമാണ് എന്നും വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. കേസിൽ നിമിഷപ്രിയയ്ക്കായി നിയമസഹായം ഉറപ്പുവരുത്തി. അഭിഭാഷകനെയും കേന്ദ്ര സർക്കാർ ഏർപ്പാടാക്കിയിരുന്നു. നിമിഷയെ കാണാൻ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവസരമൊരുക്കി. പ്രാദേശിക സർക്കാരുമായി നിമിഷയുടെ കുടുംബവുമായും നിരന്തരം ബന്ധപ്പെട്ടു. ഒത്തുതീർപ്പിലൂടെ ഒരു പരിഹാരം കാണാനായുള്ള യോജിച്ചുള്ള നീക്കങ്ങൾ നടത്തി. ഇതിനെ തുടർന്ന് യമനിലെ പ്രാദേശിക ഭരണകൂടം വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു. ഇത് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകി. വിഷയം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ് എന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തും എന്നുമാണ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി മേഖലയിലെ സുഹൃത്ത് രാജ്യങ്ങളുമായും ബന്ധപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലിനെ പറ്റിയുള്ള ചോദ്യത്തിന് അക്കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു വിവരങ്ങളും ഇല്ല എന്നാണ് രൺധീർ ജയ്സ്വാൾ പറയുന്നത്. എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ എന്നൊന്ന് പരിശോധിക്കാം. വധശിക്ഷാ ദിവസം അടുത്തു വരുന്നതിനിടയിലാണ് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ അഭ്യർത്ഥിച്ചത് പ്രകാരം കാന്തപുരം നിമിഷപ്രിയ കേസിൽ ഇടപെടുന്നത്. യമനിലെ കാന്തപുരത്തിന്റെ പണ്ഡിത സൗഹൃദങ്ങൾ മനസ്സിലാക്കിയ രാഷ്ട്രീയ നിരീക്ഷകൻ VR അനൂപ് ഇക്കാര്യം ചാണ്ടി ഉമ്മനോട് സൂചിപ്പിക്കുകയായിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പല വഴികൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്ന ചാണ്ടി ഉമ്മൻ ഇതറിഞ്ഞ് കാന്തപുരത്തെ ബന്ധപ്പെട്ടു. യമനിൽ ഇടപെടാൻ സാധ്യമാകുന്ന ഏറ്റവും പ്രായോഗികമായ മാർഗവും ഇതായിരുന്നു. സാമുവൽ ജെറോമുമായി വഴിപിരിഞ്ഞ ആക്ഷൻ കൗൺസിലും കാന്തപുരത്തെ കണ്ട് സഹായം തേടി. മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ എന്ന പോലെ യമനിലും വലിയ സ്വാധീനവും സൗഹൃദങ്ങളുമുണ്ട് കാന്തപുരത്തിന്. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും യമന്റെ ആഗോള മുഖവുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ വഴിയാണ് കാന്തപുരം അവിടെ ഇടപെട്ടത്.
യമൻ ഭരണകൂടത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള വ്യക്തിയാണ് അദ്ദേഹം. ദേഹവുമായുള്ള കാന്തപുരത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കുന്ന കാര്യത്തിൽ കാന്തപുരത്തിന് കഴിഞ്ഞുവെന്നത് ചെറിയ കാര്യമല്ല. നിമിഷപ്രിയയ്ക്കായി ഇടപെടുന്ന വിവരം ആദ്യഘട്ടത്തിൽ പരസ്യപ്പെടുത്തി ക്രെഡിറ്റ് എടുക്കാൻ കൂട്ടാക്കാതിരുന്ന കാന്തപുരം മാധ്യമങ്ങൾ ബന്ധപ്പെട്ടതോടെയാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ കാന്തപുരത്തിന് ഈ വിഷയത്തിൽ പങ്കില്ല എന്ന വിധത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്ന BJPക്കുള്ള മറുപടിയുമായി BJP നേതാവും ഗോവ മുൻ ഗവർണറുമായ PS ശ്രീധരൻപിള്ള രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. കാന്തപുരം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാന്തപുരവുമായി ഒട്ടേറെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നെ വിളിച്ചിരുന്നു. കാന്തപുരത്തിൻ്റെത് ഈശ്വരീയമായ കർമ്മമാണ് എന്നും അതിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും വേണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ശരിക്കും കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമായിരുന്നോ എന്നൊന്നുകൂടി പരിശോധിക്കാം. യമനിൽ സർക്കാർ തലത്തിലുള്ള നയതന്ത്ര ഇടപെടൽ ഏതാണ്ട് അസാധ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. നിലവിൽ വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നില്ല. ദക്ഷിണ യമനിൽ ഒരു വിഭാഗവും ഉത്തര യമനിൽ ഹൂതികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലുമാണ് ഭരണം കൈയാളുന്നത്. ഇത് രണ്ടിലും പെടാതെ കിടക്കുന്ന ചില ഗോത്ര വിഭാഗങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങളിലേതുപോലെ യമനിൽ നയതന്ത്ര ഇടപെടൽ സാധ്യമല്ല എന്ന് അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി തന്നെ സുപ്രീം കോടതിയെ അറിയിച്ച കാര്യമാണ്. ഹൂതികളുടെ നിയന്ത്രണത്തിലായതിനാൽ യമനെ നയതന്ത്ര തലത്തിൽ അംഗീകരിച്ചിട്ടില്ല. അതിനാൽ ഇക്കാര്യത്തിൽ സർക്കാരിന് അധികമൊന്നും അവിടെ ചെയ്യാനുമാകില്ല. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് യമനിൽ അധികമൊന്നും ചെയ്യാനാകില്ല എന്നതാണ് സത്യം. ഏറ്റവും ഒടുവിലായി നിമിഷപ്രിയയുടെ കേസ് എന്താണ് എന്ന് ചുരുക്കിയൊന്ന് പറയാം. യമൻ തലസ്ഥാനമായ സനായിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്ന നിമിഷപ്രിയ 2015 അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ തലാൽ മെഹദി എന്ന യമനി പൗരനെ ബിസിനസ് പങ്കാളിയാക്കുന്നത്. നിമിഷപ്രിയയുടെ ഭർത്താവും മകളും സാമ്പത്തിക പ്രയാസത്താൽ 2014 കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു. തലാൽ മെഹദി നിമിഷപ്രിയക്കൊപ്പം കേരളത്തിൽ വരികയും ഒരു മാസം ഇവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയയെ താൻ ജീവിത പങ്കാളിയാക്കി എന്നാണ് കൊല്ലപ്പെടും മുൻപ് തലാൽ യമനിൽ കോടതിയെയും പോലീസിനെയും അറിയിച്ചിരുന്നത്. കുടുംബവും ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇത് വ്യാജ അവകാശവാദമാണ് എന്നും നിമിഷപ്രിയയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിച്ച് തലാൽ കൃത്രിമ ചിത്രം ഉണ്ടാക്കിയെന്നുമാണ് അമ്മയും ആക്ഷൻ കൗൺസിലും ഇന്ത്യയിലെ കോടതികളോട് പറഞ്ഞിരിക്കുന്നത്. ഒരുമിച്ചുള്ള ജീവിതത്തിനിടയിലെ തർക്കങ്ങൾക്കിടയിൽ തലാലും നിമിഷപ്രിയയും പോലീസിനെ സമീപിക്കുകയും ഒരു കേസിൽ 6 ദിവസത്തോളം നിമിഷപ്രിയ ജയിലിലാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു യമനി ജയിൽ വാർഡന്റെ നിർദ്ദേശമനുസരിച്ച് 2017 നിമിഷപ്രിയ തലാലിനെ മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പിടിച്ചുവെച്ച തന്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടാനായി നിമിഷപ്രിയ മയക്കുമരുന്ന് നൽകിയെന്നും ഓവർഡോസ് മൂലം തലാൽ മരണപ്പെട്ടുവെന്നുമാണ് ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിമിഷപ്രിയയ്ക്കായി സമർപ്പിച്ച ഹർജികളിൽ പറഞ്ഞിരിക്കുന്നത്.